ഹലോ അൻഷിഫ. അൻഷിഫ, എൻ്റെ പേര് റാംബോ എന്നാണ്. റാംബോ അറിയാമോ? അല്ല, നീ എന്തോ ഇൻസ്റ്റയിൽ എന്തോ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടിരുന്നു. ഈ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. നീ എവിടെ ഈ സീൻ വിട്ടത്? നീയല്ലേ ഈ സീൻ തുടങ്ങിയത്? നീ എവിടെ പിന്നെ ഈ സീൻ പണ്ടേ വിട്ടത്? നമ്മളെ കൊണ്ട് തുടങ്ങിപ്പിക്കല്ലേ? അതിനൊരു എന്താ ഒരു ഭീഷണിയുടെ ഇത്? എന്താ കാര്യം എന്താ? അല്ല നീ വലിയ ഇതിന്റെ സ്റ്റോറിയൊക്കെ ഇട്ടേക്കണല്ലോ. ഈ സീന് നീ വിട്ട. നീ എവിടെ ഈ സീൻ വിട്ടത്? പറയടാ. ലൈവിലാ. എന്തേ? അല്ല, നീ കുറെ കാര്യങ്ങൾ നീ കുറെ കുളച്ചല്ലോ. നിന്റെ ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. ഈ MRZ തൊപ്പി നായിന്റെ മക്കളെ മലപ്പുറത്ത് കിട്ടുമെന്ന് ഒരു കമന്റ് ഞാൻ ഇന്നലെ കണ്ട്. എന്തർത്ഥത്തിലാ നീ ആ കമന്റ് ഇട്ട? നീ ഇനി ഇട്ടോ നിന്റെ വായിലൊരു കുത്ത്. ഇനി നീ ഇട്ട മനസ്സിലായ? പച്ചയ്ക്ക് തന്നെ പബ്ലിക്കായിട്ട് എന്താ നിന്റെ അടുത്ത് പറയണ? മൈരാന്ന് നീ നിന്റെ ഉപ്പയെ വിളിച്ചോ? ചിലപ്പോ നിന്റെ ഉപ്പ വിളിയേക്കും, ഒരിക്കലും ഞാൻ വിളിയേക്കൂല. മനസ്സിലായ? നിന്റെ തന്തയെ നീ വിളി. മൈരാന്ന് നീ നിന്റെ തന്തയെ വിളി. നീ ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇവിടെ ഉള്ള ഒരുത്തരെ നീ വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ അടുത്ത് മര്യാദയ്ക്ക് കാര്യം ചോദിച്ചപ്പോൾ ആരാ ചീത്ത വിളിച്ചത്? നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. നിന്റെ തന്തയുടെ തന്തയ്ക്ക് ഞാൻ ഓൾറെഡി വിളിച്ചടാ. അൻഷിഫ് മൂഞ്ചിക്കലെ. നിനക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്? മന്ന സർട്ടിഫിക്കറ്റാ. മന്ന സർട്ടിഫിക്കറ്റ് എവിടെന്നാ വാങ്ങിച്ച? മന്ന സർട്ടിഫിക്കറ്റ് നിന്റെ ഉണ്ടോന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് പേടിച്ച് അട്ടത്ത് കയറി ഇരിക്കുമെന്ന് നീ വിചാരിച്ചാടാ നായിന്റെ മോനെ? നീ വിചാരിച്ചാണ് നായിന്റെ മോനെ? നിനക്ക് മന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ച് അങ്ങ് മറ്റേ അട്ടത്തടിയിൽ കട്ടിലിന്റെ അടിയിൽ കയറി ഇരിക്കോ? പറയടാ. മോനിക്കലിനെ ഉണ്ടാക്കണം നോക്കിയാലേ. മോനിക്കൽ ആരടാ? ഏവനടാ മോനിക്കൽ? നീ ഏത് മോനിക്കലാണ്? നീ മോനിക്കലടാ. നീ മൂഞ്ചിക്കല. ഞരമ്പ് രോഗി. ഞരമ്പ് രോഗി. നിനക്കൊരു മന്ന സർട്ടിഫിക്കറ്റ്. നിനക്ക് ആരുടെ മന്ന സർട്ടിഫിക്കറ്റ് എന്താ? എന്തിനാ അടിയിട്ടത് രക്ഷപ്പെടാനുള്ള സാധനം നിന്റെ മന്ന സർട്ടിഫിക്കറ്റ്? ആണാടാ കാര്യം പറയടാ. നീ എന്താ പാട്ട് പറ? നീ കാര്യം പറയടാ. നമ്പർ വെച്ച് നീ ഉണ്ടാക്കടാ. നിന്നെ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്. നിന്നെ കിട്ടിയോണ്ടല്ലോ എന്റെ കഷത്തിന്റെ ഇടയിൽ വെച്ച് ഒരു അമുക്ക്. അത്രേ ഉള്ളു. നീ ഒരു ഒറ്റ ഇടിക്കണ്ടാ. നീ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ ഒറ്റ ഒരു ഇടി ഇടിച്ചോണ്ടല്ലോ അതിനുണ്ടാ. നീ ഈ ഒരു ഇടി നിന്റെ മുഖത്ത് തന്നാണ്ടല്ല. നീ അവിടെ തീരോടാ. കോണ നിന്റെ വീട്ടില്. നീ നിന്റെ കൊണ അടിക്കേണ്ട. നീ നിന്റെ ഉപ്പയെടുത്ത് കൊണ അടിക്കണം. അല്ലാതെ ഇവിടെ ഉള്ള മറ്റേ MRZ ഗ്യാങ് നായിന്റെ മക്കളെ ഈ മലപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ നീ അങ്ങ് ചെരച്ചളയോ? നിന്റെ ജോലി ചെരപ്പാ. നീ ഇവന്റെ ജോലി ചെരപ്പ. ഇവൻ പണ്ടേ ചെരപ്പിന്റെ ആളാ. എന്താടാ? എവിടെ വരായി? എടാ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? എവിടെ വരായി? ആരോ നിനക്ക് തന്തയുണ്ടാ? നിനക്ക് തന്തയുണ്ടാ? അയാളെ വിളിച്ചോണ്ട് നീ വാ. എന്നിട്ട് ഒരു 5 തവണ നമ്മളെ വീടിന്റെ മുറ്റത്ത് നീ കയറി ഇറങ്ങടാ. എന്താ? തന്നടാ. അവൻ തന്നെടാ എന്നെ ഉണ്ടാക്കിയത്. അതിനെന്ത്? നിനക്ക് കുഴപ്പമെന്ത്? നീ ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് ആ കുഞ്ഞമ്മാണ്ടി കണ്ട് ഷാജഹാന്റെ അണ്ടി വാങ്ങിയിട്ടോണ്ട് നട. നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ. മനസ്സിലായ? നിന്നെ കൊണ്ട് അതിനെ പറ്റുള്ളൂ. അല്ല നിന്നെ കൊണ്ട് ഒരു കൊണക്കും പറ്റുള്ളൂടാ. നായിന്റെ മോനെ കാര്യം പറയടാ. നീ കാര്യം പറ. നീ മലപ്പുറത്ത് നമ്മൾ വന്നോ? നീ എന്തുണ്ടാക്കും? നീ മലപ്പുറത്ത് ഞാൻ വന്നോ? നീ എന്നെ എന്തുണ്ടാക്കും? പറയടാ മന്നക്കാരുടെ. നീ മന്നക്കാരല്ല. നീ ഞരമ്പ പറയടാ. പറയടാ. നീ നിന്റെ നായിന്റെ മക്കള് വെച്ച് പോടാ. എന്ത് കളി? നിന്നെ പോലെ തന്തയ്ക്ക് ഇറക്കാത്ത കളികളുടെ കളിക്കണ. അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാവും നമ്മളെ നോക്കണത്. കേട്ടേ? അന്തസ്സായിട്ട് അവൻ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മളെ നോക്കണത്. അല്ല നിന്നെ പോലെ മറ്റേ പോത്തിന്റെ അപ്പനെ ഒന്നും പിടിച്ച് കൂടെ ഇരുത്തിയിട്ടല്ല നോക്കണം. മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് പറഞ്ഞിട്ടുള്ള ഒരു പണിയേ ഉള്ളൂ. ആടായിട്ടാണ് വിളിക്കണത്. നീ ആടായിട്ടാണോ ഞാൻ നിന്നെ വിളിക്കണത്? നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ മറ്റേ കമന്റിൽ 4 അക്ഷരത്തിൽ ഉണ്ടാക്കിയിട്ടല്ലോ. നീ ഉണ്ടാക്കിയിട്ടല്ലോ. എന്നെ അങ്ങ് ചെരക്കോന്ന് നീ ഉണ്ടാക്കിയിട്ടല്ലോ. ചെരക്കടാ കുണ്ണ. നീ
ആ പോടാ പോലെയാണ് ഇവ എന്തടാ ഇവ ആണല്ലേടാ ഇവര് ആണുങ്ങളെ പോലെ ഒരു സംസാരിക്കാൻ അറിഞ്ഞൂടാ എടാ സംസാരിക്കടാ ആ ആ എന്നിട്ട് എന്നെ ഉണ്ടാക്കിയ നേരം കൊണ്ട് നിന്റെ വീട്ടിലോട്ട് വരാനാ വേണ്ട. എൻ്റെ അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്, അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിന്റെ വീട്ടിൽ വന്നിട്ട് എന്തുണ്ടാക്കാനാ? നിന്നെ പോലത്തെ ഒരു ഭ്രാന്തനെ ഉണ്ടാക്കി ഇറക്കാനാ? എടാ ഞരമ്പാ നീ കാര്യം പറയടാ ഞരമ്പാ നീ കാര്യം പറയടാ ഞരമ്പാ. എന്തോ ചോദിക്കണം? നിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പോയിട്ട് തൊപ്പിയെടുത്ത് ചോദിക്കണോ? നിന്റെ തന്ത ആരാണെന്ന് ഞാൻ എന്തിനാ അവൻ്റെ അടുത്ത് ചോദിക്കണോ? നിനക്കറിഞ്ഞൂടോ നിന്റെ തന്ത ആരാണെന്ന്? ഞാൻ എന്തിനാ അവനോട് ചോദിക്കുന്ന? നീ പറ എന്താ മോനെ? ഉപ്പാന്റെ പേരെന്താ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? ഉപ്പാന്റെ പേരെന്താടാ നായിന്റെ മോനെ? പേര് പറയടാ. അയ്യേ എന്റെ അടുത്ത് ചോദിച്ചു. എടാ നമ്മളടുത്ത് ചോദിച്ചാൽ നമ്മള് പറയും. നീ പേര് പറയടാ. എന്താ പേര് പറയാ? പേരില്ല. ഇത് ഒരാളടുത്ത് ഒരു തവണ നോക്കിയാൽ 2 തവണ നോക്കിയാൽ 3 തവണ നോക്കിയാൽ 4 തവണ നോക്കിയാൽ ഇവന്റെ അടുത്ത് 10 വട്ടം ചോദിച്ചിട്ട് ഇവൻ പറയണല്ലോ. എന്താ എനിക്കുണ്ടാ? നിനക്ക് തെളിയിക്കേണ്ട കാര്യം എന്തിനാ? നിനക്ക് തെളിയിക്കണം. നിന്റെ തന്തയുടെ പേര് വെച്ചിട്ട് നീ ഇത്രയും നേരമായിട്ട് പറഞ്ഞ ചുമ പറഞ്ഞു. നീ കുറച്ച് കാര്യം പറഞ്ഞു. നീ ഒരു പാട്ട് പഠിക്ക. ബാബാ റെഡി നീ ബാ. റെഡി ഒറ്റയ്ക്ക് നീ നേരിട്ട് പറഞ്ഞ. ഒറ്റയ്ക്ക് നീ പറഞ്ഞ. നീ വാ. ഞാൻ റെഡി മുത്തേ. ഒറ്റയ്ക്ക് ബാ. ഒറ്റയ്ക്ക് നീ എന്തിനാ തന്തയ്ക്ക് പറയണേ? നിനക്കില്ലാത്ത എല്ലാം നീ വിളിച്ചു പറയോ? എടാ റെഡിയാടാ അൻഷിപ്പേ. ഒറ്റയ്ക്ക് റെഡിയാടാ അൻഷിപ്പേ. റെഡിയാ നീ വാടാ. എടാ വാടാ അൻഷിപ്പേ. റെഡിയാടാ മയിരെ വാടാ. റെഡിയാടാ. എവിടെ ഇറങ്ങി നിൽക്കാടാ? വാടാ. എങ്ങോട്ട്? കാലിന്റെ ഇടയിലോട്ടാടാ കുണ്ണെ. ഇങ്ങോട്ട് വാടാ മയിരെ. എന്റെ അണ്ടി ഇരിക്കണ ഇവിടെ. ഈ അണ്ടിക്ക് ഉറപ്പുണ്ട്. നീ വാടാ മയിരെ ഇങ്ങോട്ട്. നീ എന്തിന്റെ കുണ്ണെ തന്തയ്ക്ക് പറയണ? നിനക്ക് ഇല്ലാത്ത സാധനമൊക്കെ നീ വിളിച്ചു പറയണ മയിരെ. ഇവിടെ ഒരു സാധനമുണ്ട്. നീ കാണുന്നെങ്കിൽ കണ്ടോ? ഇവിടെ ഒരു സാധനമുണ്ട്. മനസ്സിലായ? ഇതിന് നല്ല ഉറപ്പുള്ളിടത്തോളം കാലം ഒരു കുണ്ണയുടെ ഫ്രണ്ടിലും കുരുതിക്കാൻ പറ്റൂല. മനസ്സിലായ? നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നീ വാടാ മയിരെ. ആരെ അടിച്ചു പൊട്ടിക്കും? അതിനെ അടിച്ചു പൊട്ടിക്കാൻ കൈ പൊക്കണതിന് മുമ്പ് നിന്റെ കഴുത്ത് വെട്ടി ഞാൻ താഴെ വെക്കും. മനസ്സിലായ? നീ ആളും തരം ആലോചിച്ചു കളി. മനസ്സിലായ? ഈ കോമഡി വയസ്സ് കണ്ടതിന് മുമ്പേ ഒരു കാലം ഉണ്ടായിരുന്ന കുണ്ണെ. നിനക്കറിയാമോടാ മയിരെ? നീ എന്നെ പളിപ്പിക്കാൻ പറഞ്ഞാടാ കുണ്ണെ. ഈ നായിന്റെ എടാ നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. നിന്റെ ആ കൊട്ട പോലത്തെ മോഹൻ ഞാൻ ഒന്ന് കാട്ടെ. നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. പെട്ടെന്നൊന്ന് നീ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ. വിളി. ഇതെന്താ ഇവ തന്തയ്ക്ക്? ഇവന് വേറെ ഒരു ഇത് പറഞ്ഞൂടാ. ഇവര് ഒന്നും പറഞ്ഞ വിളിയടാ. വീഡിയോ കോൾ വിളി. അൻഷിപ്പ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. ഉപ്പാനെ പെട്ടെന്ന് വീഡിയോ കോൾ വിളി. മന്നക്കാട് എവിടെ? അഞ്ച് മൂഞ്ചിക്കല. എടാ വാടാ മൂഞ്ചിക്കല. നീ ഒന്ന് വാട. എനിക്ക് നിന്നൊന്ന് കാണണം. നീ ഒന്ന് വാട കുട്ട. നിനക്ക് എന്തുവാണെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? എനിക്ക് ഇത്രേ ഉള്ളൂ. ഒറ്റക്കൊറ്റയ്ക്ക് നീ ഉണ്ടോ? നീ വിളിക്കുന്നിടത്ത് ഞാൻ എന്തിനു പറഞ്ഞത്? അല്ല പിന്നെ ഞാൻ നിന്റെ തന്ത. ഞാൻ വിളിക്കുന്നിടത്തോട്ട് നീ വരാ. നിന്റെ തന്ത പറയണ നീ കേൾക്കൂല. അപ്പൊ ഞാൻ പറയും നീ വാ കൊച്ചിയിലോട്ട് വാ. ഒറ്റക്കൊറ്റയ്ക്ക് വാ. എന്റെ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? എന്റെ പൊന്നുമോൻ രാവിലെ 5 മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പം വരല്ലേ? പുറത്തോട്ട് പോകുമ്പം വരല്ലേ? 5 മിനിറ്റ് വണ്ടി വളച്ചിട്ടിട്ട് അകത്ത് കയറി അടിക്കാൻ വരല്ലേ? എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വന്നേ. എന്റെ പൊന്നുമോ ഒന്ന് പെട്ടെന്ന് വാ. പറഞ്ഞ പെട്ടെന്ന് വരുമ്പോ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ പറഞ്ഞത് പാണ്ടിക്കാട് വഴിയാണെങ്കിൽ നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ, പാണ്ടിക്കാടിനെ വിളിച്ചോ. എല്ലാരെയും വിളിച്ചോ. ബാ പെട്ടെന്നോ. എന്റെ അല്ല പിന്നെന്താ? നീ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ഒന്ന് നിന്റെ അങ്ങോട്ടൊന്ന് പോയിരുന്നു. തല എടാ അല്ല നീയല്ലേ പറഞ്ഞ അതെല്ലാം സ്ക്രിപ്റ്റ്. അതെല്ലാം നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള സ്ക്രിപ്റ്റ് എന്നല്ലേ നീ പറഞ്ഞു. ഇപ്പൊ എന്താ തിരുത്തി പറയണേ? അത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിഫേ?
നീ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞ? ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം സ്ക്രിപ്റ്റാന്നല്ലേ അൻഷിപ്പേ നീ പറഞ്ഞത്? അങ്ങനെയല്ലേ അൻഷിപ്പേ നീ പറഞ്ഞത്? ഇപ്പൊ എന്താ അൻഷിപ്പേ ജനൽ വഴി എത്തി നോക്കിന്ന് കള്ളത്തരം പറയണേ? ഇത് സ്ക്രിപ്റ്റ് അല്ലേ അൻഷിപ്പേ? നീ എന്താ ഇപ്പൊ മാറ്റി പറയണത്? നീ അന്ന് ഇങ്ങനെയല്ലേ അൻഷിപ്പേ പറഞ്ഞത്? അൻഷിപ്പേ നീ അന്ന് അങ്ങനെയല്ലല്ലോ അൻഷിപ്പേ പറഞ്ഞത്. നീ പറഞ്ഞത് ഇതെല്ലാം സ്ക്രിപ്റ്റ് എന്നല്ലേ അൻഷിപ്പേ പറഞ്ഞത്? എന്ത് മൈര, എന്ത് മൈര? എടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ, സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സമാധാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ വേണമെങ്കിൽ എന്റെ കാല് പിടിക്കുക, എന്റെ ഒരു കുണ്ണേൽ ഒരു പിടിയും പിടിച്ചാൽ ഞാൻ നിന്നെ വിടാം. വെറുതെ വിടാം മോനെ, ഞാൻ വെറുതെ വിടുക അൻഷിപ്പേ. അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ വെറുതെ വിടുവേ. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ വെറുതെ വിടുവേ. അതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അൻഷിപ്പേ. ഉറപ്പാ അൻഷിപ്പേ, എന്റെ കാല് പിടിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടാം അൻഷിപ്പേ. ഏടാ ഞരമ്പ? ആർക്ക് പേടി? ഇത് പറയണ മറ്റേ മൂഞ്ചിക്കലല്ലടാ പറയണ. ഇത് പറയണ ഞാനാടാ വൈര. ഇത് പറയണ ഞാനാ, മൂഞ്ചിക്കലല്ലടാ ഇത് പറയണ ഞാനാടാ വൈര. എന്തോ എന്താ മോനെ? അഞ്ചു പൂനിക്കലിന് നേരിട്ട് വന്ന ഇട്ട് തരുമോ? നേരിട്ട് വന്ന അഞ്ചു പൂനിക്കൽ ഇട്ട് തരുമോ? എങ്കിൽ ഞാൻ നേരിട്ട് വരാടാ. പറഞ്ഞോ ഞാൻ പറഞ്ഞോ. അഞ്ചു പൂനിക്കലിന്റെ അടുത്ത് ഞാൻ നേരിട്ട് വന്ന അഞ്ചു പൂനിക്കൽ എനിക്ക് ഇട്ട് തരുമോ? ആ എന്ത് 10 റാമ്പ്? എടാ കുള്ള, ഒരു ഒറ്റ കൊട്ട് നിന്റെ തലയിൽ ഒരു ഒറ്റ അടി, നീ അവിടെ ബോധം കെട്ട് വീഴും. മനസ്സിലായ? ഒരു ഒറ്റ അടി, നീ അവിടെ ബോധം കെട്ട് വീഴും. നീ ആലോചിച്ച് സംസാരി. നീ എവിടെ വരെ എന്റെ അടുത്ത് പറയണ? ഒരു ഒറ്റ കൊട്ട് താണ്ട ഇങ്ങനെ. ഞാൻ ഇത്ര ഇതിലൊന്നും കൊട്ടുള്ളതാ. ഇങ്ങനെ ഒരു കൊട്ടും ഇങ്ങനെ ഒരു അടി, അത് മതി നിനക്ക്. ഇതൊക്കെ ഭയങ്കര ഇതാണ് അൻഷിപ്പേ. നിന്റെ ഈ പ്രഹസനം ഉണ്ടല്ലോ, നീ ഒരിക്കലും എന്റെ ഫ്രണ്ടിൽ വരൂലെന്ന് വിചാരിച്ച് നീ ഉണ്ടാക്കണ ഈ പ്രഹസനം ഉണ്ടല്ലോ അൻഷിപ്പേ, നടക്കൂല അൻഷിപ്പേ. നമ്മള് ഒരുപാട് അവിടെ മലപ്പുറത്ത് പറഞ്ഞിട്ടാ, ഞാൻ പറഞ്ഞിട്ടാ മലപ്പുറത്ത്. നീയൊക്കെ എവിടാ ഏതിന്റെ അടിയിലാ പോയി കിടക്കണത്? സ്വന്തമായിട്ട് കണ്ടേ ഇത് അഞ്ചിപ്പറക്കില് കിങ്ങാടാ. നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറ്റുമെന്നുണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ പറഞ്ഞ ഭരണാടാ നീ. എവിടെ കാലിന്റെ ഇടയിലോട്ടാ നീ? ബാടാ കാലിന്റെ ഇടയിലോട്ട് വന്ന് കയറ്. കാലിന്റെ ഇടയിൽ നീ വരുമ്പോ ഒരു ഒറ്റ നെരുക്ക് നക്കെന്നൊരു സൗണ്ട് കേൾക്ക്, നീ തീരുകയും ചെയ്യും. പെട്ടെന്ന് വന്ന് കയറാ മൂഞ്ചിക്കലേ. ബാടാ വരുമ്പോ നിന്റെ മഞ്ഞക്കാർഡും കൂടെ എടുക്കണം കേട്ടാ. എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരണേ കുട്ടാ. മഞ്ഞക്കാർഡ് കൊണ്ടുവരാതെ ഒന്നും നടക്കൂലേ. പിന്നെ നിനക്ക് ഞരമ്പന് മറ്റേ ദുബായിൽ നിന്ന് ഞരമ്പന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് ഞരമ്പന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് ഞരമ്പന് കിട്ടിയ നിനക്കൊരു സാധനം ഉണ്ടല്ലോ. അതും കൂടെ കൊണ്ടുപോടാ. വെച്ച് മോനെ, വെച്ച് മൂഞ്ചിക്കല് വെച്ച് ഇവനെ എനിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയ പോലെ എനിക്ക് ഇനിയും വേണം ഈ നായിന്റെ മോനെ. പിന്നെ എനിക്ക് വെള്ളം എടുത്തോ. ഇവനെനിക്ക് വേണോടാ. ഇവനെ എന്താ വിളിത്തോന്ന്? എന്ത് അമ്മയെ വിളിച്ചു അവൻ. മുത്തേ ഒരു മിനിറ്റ്. ബിസി. ഇവന്റെ അച്ഛനെ വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും. ബിസി. വിളിക്കാം. അമ്മയെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുത്തേ കൊടുക്കാനുള്ള കൊടുത്തിരിക്കും. ധൈര്യമായിട്ട് വെയിറ്റ് ആക്ക്. ഇവൻ ബിസി. ഈ കോൾഡ് യുവർ മം. കൊടുക്കാം. ഇവ ആര് ഈ കൊണയെ? ഇവ എന്ത്? ഇവ മറ്റേ മലപ്പുറത്ത മറ്റവരാ. നിക്ക് വെയിറ്റ് ആക്ക്.
നായിൻ്റെ മോൻ കുറെ നാളായി ഇവൻ കിട്ടാൻ കാത്തിരിക്കണം. ഇതെന്താ ബിസി, എന്താ ബിസി? ആരെയാ വിളിച്ചോണ്ട്? ബ്ലോക്ക് ആക്കിയാ? എന്തിനാ ബ്ലോക്ക് ആക്കണേ? വാട്സപ്പ് ഉണ്ടല്ലോ. വെയിറ്റ് ആക്കുമുത്ത അമ്മയെ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. അൻഷിഫ് മൂനിക്കൽ. വെയിറ്റ്